ഹായ് ഗൈസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ പോകണം ഞങ്ങൾ നാലാളും. ഫോർത്ത് സെം സപ്ലിക്കുള്ള ഫീസ് അടക്കാനുള്ള ഡേറ്റ് ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഫൈനായി, സൂപ്പർ ഫൈനായി, അങ്ങനെ പലതായി. ഞങ്ങൾ ഈ പോണ ദിവസമാണ് സൂപ്പർ ഫൈൻ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് എത്തി. ഫോർത്ത് സെമ്മിന്റെ എക്സാം എഴുതുമ്പോ ഞങ്ങൾ നാലാളും ഒരേ എക്സാം ആണല്ലേ. പോരാത്തിന് എടുത്തെടുത്തു. ഞങ്ങൾ തോക്കാൽ ആദ്യത്തെ കാരണം ഞങ്ങൾ എടുത്തെടുത്തിരുന്നോണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം ആ സബ്ജക്ട് ഭയങ്കര ടഫ്. മൂന്നാമത്തെ കാരണമാണ് മെയിൻ കാരണം. എക്സാമിന് വന്ന ഇൻവിജിലേറ്റർ ഞങ്ങളെ ലോക്കാക്കി. ഒരേ ബുദ്ധിയില്ല നാലാൾക്കാരായ എക്സാം ഹാളിൽ മുഖാമുഖം നോക്കിയിരിക്കണം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. യൂണിവേഴ്സിറ്റി വന്ന് നോക്കുമ്പോൾ മന്ത്രിയുടെ ശുപാർശ കത്തുമാണ്. ഒടുക്കത്തെ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇത്രയും ആൾക്കാർ സപ്ലൈ ചെയ്താണ്ട് അത് കണ്ടപ്പോ വല്ലാത്തൊരു ആശ്വാസം. ഇതാണ് പാർക്ക് എടുത്തത്. കൂടെ ഇറങ്ങി നടന്നാലൊന്നും തീരൂല. അതുകൊണ്ട് വണ്ടിയിൽ മൊത്തം ഇറങ്ങി കണ്ടു. എത്ര ഒരു വലുതാണിത്. വണ്ടി പോകാത്ത സ്ഥലത്ത് കൂടെ ഇറങ്ങി നടന്നു. കൊയങ്ങി ജ്യൂസ് പള്ളിയിലാക്കി കണ്ട് നേരെ വിട്ടത് മാളിക്ക. മാളിലെത്തുമ്പോ നമ്മളെ ലോക്കൽസ് കാട്ടുന്ന സ്ഥിരം പരിപാടി. ഇല്ലാത്ത സ്റ്റാൻഡേർഡ് ഇട്ട് നടക്കും. മാളിലാണെങ്കിൽ താടി മീശൊക്കെ പഠിച്ചാൽ കുറെ കൊറിയൻ ഫുണ്ടാള്. എന്റെ ചെങ്ങായി ഏതായാലും ഒരു ഷർട്ടും പാന്റും എടുത്തു. എന്നിട്ട് നമ്മള് മാളിൽ നിന്ന് ഇറങ്ങി. ഇവര് രണ്ടാൾ പിന്നെ 50-50 രണ്ടാക്കും അവിടെ പഠിച്ച ഒരു ബുദ്ധിയെ കൊടുത്തിട്ടു. ഏതായാലും നമുക്ക് നല്ലോണം പൈസ ഉണ്ട്. അതുകൊണ്ട് കോഴിക്കോടിലെ TND ഫുഡ് കഴിക്കാൻ വണ്ടി കയറ്റി. യൂണിവേഴ്സിറ്റിത്തെ ഓരോ പേപ്പർ വർക്ക് കഴിഞ്ഞപ്പോൾ നേരെ ഒരുപാട് കഴിക്കും. അതുകൊണ്ട് പള്ളക്കല്ല പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പിൽ ഷവായതൊന്നും വല്ല സുഖം ഉണ്ടല്ലോ. വായിക്കൂടെ ജങ്കാറോടും. പിന്നെ ഇവിടുത്തെ റോമാങ്ക സാലഡ് ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ പിന്നെയും കുറെ വാങ്ങി. ഷവായി തന്നെ രണ്ടാമത് പിന്നെയും വാങ്ങി. പിന്നെ മൂന്നാക്കും കൂടി ഓരോ മിന്റിലൈം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പെരീക്ക് എത്തരുതേ എന്റെ പൂജ. അമ്മാരി മസാജ് അല്ലേ. ഇന്നത്തെ ദിവസം എത്രയൊക്കെ ഉള്ളു. അപ്പൊ ഓക്കെ ബൈ.